ഹല്ലേലൂയ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. നമ്മൾ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ ആത്മാവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായിട്ടുണ്ട്. ഇന്ന് വീണ്ടും അവന്റെ പ്രാണൻ അഥവാ സോൾ, അതിനെ കുറിച്ചാണ് അല്പമായിട്ട് നമുക്ക് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. പ്രാണനെ കുറിച്ച് എബ്രായ പദം രേഖപ്പെടുത്തിയിരിക്കുന്നത് നെഫേഷ് എന്നും ഗ്രീക്ക് പദം സൂഖ് എന്നുമാണ്. അതിന്റെ അർത്ഥം നാച്ചുറൽ ലൈഫ് അഥവാ പ്രാകൃതിക ജീവൻ. പൊതുവെ ജീവൻ എന്ന അനുഭവത്തിൽ നമുക്ക് പ്രാണനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രാണൻ ആത്മാവിനെയും ശരീരത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു കേന്ദ്രം അഥവാ ഒരു പിവിറ്റ് ആയി നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. ഇതര ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അവന്റെ മനസ്സാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രാണന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ആത്മാവിനുള്ളതുപോലെ പ്രാണനും 3 വിധ പ്രവർത്തന മേഖലകളുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവ ഇച്ഛ അഥവാ വോളിഷൻ, അതേപോലെ മനസ്സ് മൈൻഡ് ഓർ ഇന്റലക്ട്, അതേപോലെ വികാരം ഇമോഷൻ എന്നിവയാണ്. ഇതില് ഒന്നാമതായിട്ട് ഇച്ഛയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തീരുമാനം, താല്പര്യം അഥവാ വിൽ തുടങ്ങിയ മാനസിക വ്യാപാരങ്ങൾ പ്രാണന്റെ മേഖലയിൽ നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആത്മാവ് ഭരണം നടത്തണമെന്ന് പ്രാണൻ തീരുമാനിച്ചാൽ പ്രാണൻ സ്വയം ആത്മാവിന് വിനയപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും ആത്മാവിന് വിനയപ്പെടുവാൻ കഴിയാതെ പ്രാണൻ അതിൻ്റെതായ നിലകളിലേക്ക് മുൻപോട്ട് പോകുമ്പോഴാണ് പലപ്പോഴും മനുഷ്യനിൽ ജഡം ഉയരുവാനായിട്ട് ഇടയാകുന്നത്. രണ്ടാമത്തെ കാര്യം മനസ്സാണ്. മനസ്സെന്ന് പറയുമ്പോൾ അറിവ്, വിജ്ഞാനം, യുക്തിചിന്ത ഇവയുടെ കേന്ദ്രം മനസ്സാണ്. ഇതിന്റെ അഭാവം മനുഷ്യനെ പലപ്പോഴും അവനെ മന്ദബുദ്ധിയാക്കി മാറ്റുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സദൃശ വാക്യങ്ങൾ 2:10 പറയുന്നത് ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും, പരിജ്ഞാനം നിന്റെ മനസ്സിന് ഇമ്പമായിരിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യമാണ് വികാരം അഥവാ ഇമോഷൻ എന്നുള്ളത്. സ്നേഹം, വാഞ്ച, ആർദ്രത, സഹാനുഭൂതി, അതീന്ദ്രിയ ജ്ഞാനം മുതലായ മനുഷ്യ വികാരങ്ങളുടെ ഉറവിടം പ്രാണന്റെ ഈ പ്രതലമാണ് എന്ന് നമുക്ക് പിന്നെയും ചിന്തിച്ചാൽ കാണുവാനായിട്ട് സാധിക്കും. പ്രാണന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് അടിമപ്പെട്ടു പോകാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കും. അതാണ് ദൈവ തിരുവചനത്തിൽ നമുക്ക് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അതനുസരിച്ച് ആത്മാവിനെ അനുസരിച്ച് നാം നടക്കേണ്ടുന്നവരാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു. അപ്പോൾ പലപ്പോഴും ജഡം നമ്മളിൽ പല കാര്യങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് മുഴുവൻ സാധിപ്പിച്ചു കൊടുക്കുവാനായിട്ട് ആ മനുഷ്യ ശരീരം വ്യഗ്രത പൂണ്ട് ജഡത്തിന്റെ പ്രവൃത്തികളിലേക്ക് ഓടുന്ന അനുഭവങ്ങളാണ് പല വ്യക്തികളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് നാം നടക്കുകയാണ് എങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയും. അതൊരു ആത്മീകന് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അതാണ്
ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ പ്രാണന്റെയും ജഡത്തിന്റെയും ഇഷ്ടത്തിനനുസരിച്ച് മുൻപോട്ട് പോകുവാനല്ല ദൈവം തന്റെ വിലയേറിയ ആത്മാവിനെയും അതേപോലെ പ്രാണനെയും നമ്മളിലാക്കിയിരിക്കുന്നത്. ഈ പ്രാണൻ ഇപ്പോൾ ചിന്തിച്ചതുപോലെ പലതും ഒരു പക്ഷെങ്കിൽ നമ്മോടിങ്ങനെ ആവശ്യപ്പെടും. എന്നാൽ ആത്മാവിന്റെ ചിന്ത എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ജഡത്തിന്റെ ചിന്ത പലപ്പോഴും അത് മരണത്തിലേക്ക് വഴിതെളിച്ചു കൊണ്ടുപോകുമ്പോൾ, ആത്മാവിന്റെ ചിന്ത എന്തെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ് നിത്യതയിൽ ചെന്നെത്തുവാനായിട്ട് കഴിയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാവിന് കീഴ്പ്പെട്ട് മുൻപോട്ട് പോകും. നമ്മെ തന്നെ ഒന്നുകൂടെ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദോഷിയാമെന്നെയും നാഥ തേടി വന്നു. ദോഷിയാമെന്നെയും നാഥ ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേരിക്കാൻ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേരിക്കാൻ, മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക് തേടി വന്നു. ദോഷിയാമെന്നെയും നാഥ തേടി വന്നു. ദോഷിയാമെന്നെയും നാഥ ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേരിക്കാൻ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേരിക്കാൻ, മന്നവ വർണ്ണിപ്പാനേഴു വാക്കുകളാൽ അവർണ്ണനീയമായ സ്നേഹമേ, മന്നവ വർണ്ണിപ്പാനേഴുതല്ല എനിക്ക് ശോണിതലേ ക്ഷീണം ഭാവിച്ചിടാതെ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ അവൻ നമ്മെ നടത്തിയതോ ക്ഷീണം ഭാവിച്ചിടാതെയും നാഥ ആണിപ്പഴുതുള്ള പാണികളാലേ, ആണിപ്പഴുതുള്ള പാണികളാലേ പ്രീണിച്ചാനു ഗ്രഹിച്ചിടുക നിത്യം, പ്രീണിച്ചാനു ഗ്രഹിച്ചിടുക. നമ്മെ തേടി വന്ന സ്നേഹമോർത്ത് തേടി വന്നു. ഓ ദോഷിയാമെന്നെയും നാഥ തേടി വന്നു. ദോഷിയാമെന്നെയും നാഥ യേശുവേ, അങ്ങ് ഞങ്ങളെ തേടി വന്നതോ ഞങ്ങൾ നന്ദി പറയുന്നു യേശുവേ.